ഹായ്, സ്വാഗതം. ഇവല്യൂഷൻ ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ്. നമുക്കറിയാം, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് നിലവിൽ 25 ഭാഗങ്ങളാണ് ഉള്ളത്. കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്ന സമയത്ത് 22 ഭാഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ ഒന്നാമത്തെ ഭാഗത്തിലാണ് യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഭാഗം 1-ൽ ആർട്ടിക്കിൾ 1 to 4 വരെയാണ് യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വതന്ത്രം ആകുന്ന സമയത്ത് ഇന്ത്യയിൽ 2 തരം പൊളിറ്റിക്കൽ യൂണിറ്റുകളായിരുന്നു നിലവിലുണ്ടായിരുന്നത്: ബ്രിട്ടീഷ് പ്രവിശ്യകളും നാട്ടുരാജ്യങ്ങളും. ബ്രിട്ടീഷ് പ്രവിശ്യകൾ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലുണ്ടായിരുന്ന പ്രവിശ്യകളായിരുന്നു. ഈ നാട്ടുരാജ്യങ്ങൾ നാട്ടിലെ രാജകുമാരന്മാരുടെ ഭരണത്തിന് കീഴിലായിരുന്നെങ്കിലും ഇതിന്റെ പരമാധികാരം ബ്രിട്ടീഷ് ക്രൗണിനായിരുന്നു. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും 2 സ്വതന്ത്രവും വ്യത്യസ്തവുമായ ആധിപത്യങ്ങൾ സൃഷ്ടിച്ചു. ഇത് പ്രിൻസ്ലി സ്റ്റേറ്റുകൾക്ക് ഓപ്ഷനുകളും നൽകി: ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരുക, അല്ലെങ്കിൽ സ്വതന്ത്രമായി തുടരുക. അക്കാലത്ത് ഇന്ത്യയിൽ ഏകദേശം 552 നാട്ടുരാജ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ 549 നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ചേർന്നു. ബാക്കി 3 നാട്ടുരാജ്യങ്ങൾ ഇന്ത്യയിലേക്ക് ചേരാൻ വിസമ്മതിച്ചു: ഹൈദരാബാദ്, ജുനഗഡ് ആൻഡ് കാശ്മീർ. ഈ 3 നാട്ടുരാജ്യങ്ങളും ആയിരുന്നു ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ചത്. പിന്നീട് പോലീസ് നടപടിയിലൂടെ ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർത്തു. ജുനഗഡിനെ ഒരു റഫറൻഡം വഴിയും ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർത്തു. കാശ്മീരിനെ ബൈ മീൻസ് ഓഫ് ഇൻസ്ട്രുമെന്റ് ഓഫ് ആക്സഷനിലൂടെയാണ് ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കുന്നത്. ഹൈദരാബാദ്. ഡക്കാൻ പീഠഭൂമിയുടെ ഒരു വലിയ ഭാഗം ഉൾക്കൊള്ളുന്ന എല്ലാ നാട്ടുരാജ്യങ്ങളിലും ഏറ്റവും വലുതും സമ്പന്നവുമായിരുന്നു ഹൈദരാബാദ്. നിസാം മിർ ഉസ്മാൻ അലി നാട്ടുരാജ്യത്തിന്റെ വലിയൊരു ഹിന്ദു ജനസംഖ്യയുടെ അധ്യക്ഷനായിരുന്നു. ഒരു സ്വതന്ത്ര രാജ്യത്തിനായുള്ള തന്റെ ആവശ്യത്തെക്കുറിച്ച് അദ്ദേഹം വളരെ വ്യക്തത പുലർത്തുകയും ഇന്ത്യൻ ആധിപത്യത്തിൽ ചേരാൻ പൂർണ്ണമായിട്ട് വിസമ്മതിക്കുകയും ചെയ്തു. അദ്ദേഹം മുഹമ്മദ് അലി ജിന്നയിൽ നിന്ന് പിന്തുണ നേടി. ഹൈദരാബാദിനെ ചൊല്ലിയുള്ള തർക്കം കാലക്രമേണ ശക്തമായി. സർദാർ പട്ടേലിന്റെയും മറ്റ് മധ്യസ്ഥരുടെയും അഭ്യർത്ഥനകളും ഭീഷണികളും യൂറോപ്പിൽ നിന്ന് ആയുധങ്ങൾ ഇറക്കുമതി ചെയ്ത് സൈന്യം വിപുലീകരിച്ചു കൊണ്ടിരുന്ന നിസാമിന്റെ മനസ്സ് മാറ്റുന്നതിൽ നിന്ന് പരാജയപ്പെട്ടു. ഹൈദരാബാദിലെ ഹിന്ദു നിവാസികളെ ലക്ഷ്യമിട്ട് സായുധ മതഭ്രാന്തന്മാർ ആക്രമണം അഴിച്ചുവിട്ടപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വഷളായി. 1948 ജൂണിൽ ലോർഡ് മൗണ്ട് ബാറ്റൻ രാജിവെച്ച ശേഷം കൂടുതൽ നിർണായക വഴിത്തിരിവുണ്ടാക്കാൻ കോൺഗ്രസ് സർക്കാർ തീരുമാനിച്ചു. 1948 സെപ്റ്റംബർ 13 ഓപ്പറേഷൻ പോളോ എന്ന പേരിൽ ഇന്ത്യൻ സൈനികരെ ഹൈദരാബാദിലേക്ക് അയച്ചു. ഏകദേശം 4 ദിവസം നീണ്ടുനിന്ന സായുധ ഏറ്റുമുട്ടലിൽ ഇന്ത്യൻ സൈന്യം സംസ്ഥാനത്തിന്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുകയും ഹൈദരാബാദ് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായി മാറുകയും ചെയ്തു. പിന്നീട് അവിടുത്തെ അധ്യക്ഷനായിരുന്ന നിസാമിനെ ഹൈദരാബാദ് സംസ്ഥാനത്തിന്റെ ഗവർണറായി നിയമിക്കുകയും ചെയ്തു. കാശ്മീർ. 2 ആധിപത്യങ്ങളിൽ, അതായത് ഇന്ത്യയിലും പാകിസ്ഥാനിലും ചേരാൻ വിമുഖത കാണിച്ച ഒരു നാട്ടുരാജ്യമായിരുന്നു കാശ്മീർ. മുസ്ലിം ജനസംഖ്യയിൽ ഒരു ഹിന്ദു രാജാവ് ഭരിക്കുന്ന ഒരു നാട്ടുരാജ്യമായിരുന്നു അത്. കാശ്മീർ ഭരണാധികാരി മഹാരാജ ഹരി സിംഗ് സംസ്ഥാനത്തിന്റെ ആക്സഷൻ സംബന്ധിച്ച് അന്തിമ തീരുമാനം എടുക്കുന്നതുവരെ ഇന്ത്യക്കും പാകിസ്ഥാനോടും ഒരു സ്റ്റാൻഡ് സ്റ്റിൽ നിർദ്ദേശം വാഗ്ദാനം ചെയ്തിരുന്നു. പാകിസ്ഥാൻ ഈ ഒരു അഗ്രിമെന്റിൽ ഒപ്പുവെച്ചെങ്കിലും സൈനികരും ഗോത്രവർഗക്കാരും അടങ്ങുന്ന സൈന്യവുമായി ആയുധങ്ങളുമായി വടക്ക് നിന്ന് കാശ്മീരിനെ ആക്രമിച്ചു. ജമ്മു കാശ്മീർ മഹാരാജാവ്, അതായത് രാജ ഹരി സിംഗ്, ഇന്ത്യയുടെ സഹായം അഭ്യർത്ഥിക്കാൻ അദ്ദേഹം തന്റെ പ്രതിനിധി ഷെയ്ഖ് അബ്ദുള്ളയെ ഡൽഹിയിലേക്ക് അയച്ചു. 1947 ഒക്ടോബർ 26 മഹാരാജ ഹരി സിംഗ് ശ്രീനഗറിൽ നിന്ന് പലായനം ചെയ്ത് ജമ്മുവിലെത്തി. അവിടെ അദ്ദേഹം ജമ്മു കാശ്മീർ സംസ്ഥാനത്തിന്റെ ആക്സഷനിൽ ഒപ്പുവെച്ചു. രേഖയുടെ നിബന്ധനകൾ അനുസരിച്ച് ഇന്ത്യൻ അധികാരപരിധി വിദേശകാര്യങ്ങൾ, ആശയവിനിമയം, പ്രതിരോധം എന്നിവയിലേക്ക് വ്യാപിപ്പിക്കും. രേഖയിൽ ഒപ്പുവെച്ച ശേഷം ഇന്ത്യൻ സൈനികരെ വിമാനമാർഗം സംസ്ഥാനത്തേക്ക് കയറ്റി കാശ്മീരികളോടൊപ്പം യുദ്ധം ചെയ്തു. 1948 മാർച്ച് 5 ഷെയ്ഖ് മുഹമ്മദ് അബ്ദുള്ളയെ പ്രധാനമന്ത്രിയായി
ഒരു ഇടക്കാല ജനകീയ സർക്കാർ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് മഹാരാജ ഹരിസിംഗ് പ്രഖ്യാപിച്ചു. 1951 സംസ്ഥാന ഭരണഘടനാ അസംബ്ലി തിരഞ്ഞെടുക്കപ്പെട്ടു. 1951 ഓഗസ്റ്റ് 31 ശ്രീനഗറിലാണ് അത് ആദ്യമായിട്ട് നടന്നത്. 1952 ഇന്ത്യൻ ഭരണഘടനാ ചട്ടക്കൂടിന് കീഴിൽ സംസ്ഥാനത്തിന് പ്രത്യേക സ്ഥാനം നൽകിക്കൊണ്ട് ഇന്ത്യയുടെയും ജമ്മു കാശ്മീരിന്റെയും പ്രധാനമന്ത്രിമാർ തമ്മിൽ ഡൽഹി കരാർ ഒപ്പുവെച്ചു. 1952 ഡൽഹി കരാർ ഒപ്പുവെക്കുന്നത്. 1954 ഫെബ്രുവരി 6 ജമ്മു കാശ്മീർ ഭരണഘടനാ അസംബ്ലി സംസ്ഥാനത്തിന്റെ ഇന്ത്യൻ യൂണിയനിലേക്കുള്ള പ്രവേശനം അംഗീകരിച്ചു. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370 പ്രകാരം രാഷ്ട്രപതി പിന്നീട് ഭരണഘടനാ ഉത്തരവ് പുറപ്പെടുവിച്ചു. ജമ്മു കാശ്മീർ ഭരണഘടനയുടെ സെക്ഷൻ 3 പ്രകാരം ജമ്മു കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്. 2019 ഓഗസ്റ്റ് 5 ഇന്ത്യൻ രാഷ്ട്രപതി ഭരണഘടനാ ഉത്തരവ് 2019 പ്രഖ്യാപിച്ചു. ആർട്ടിക്കിൾ 370 പ്രകാരം ജമ്മു കാശ്മീരിന് നൽകിയിട്ടുള്ള പ്രത്യേക പദവി എടുത്തു കളഞ്ഞു. ആർട്ടിക്കിൾ 370 പ്രകാരം ജമ്മു കാശ്മീരിന് നൽകിയിട്ടുള്ള പ്രത്യേക പദവി ഇത് പ്രകാരം എടുത്തു കളഞ്ഞു. ഫെബ്രുവരിയിൽ ഒരു ജനഹിത പരിശോധനയിലൂടെയാണ് ജുനഗഡ് ഇന്ത്യൻ യൂണിയനിലേക്ക് ചേരുന്നത്. 1956 നവംബർ 1 സൗരാഷ്ട്ര ബോംബെ സംസ്ഥാനത്തിന്റെ ഭാഗമാകുന്നതുവരെ ജുനഗഡ് ഇന്ത്യൻ സംസ്ഥാനമായ സൗരാഷ്ട്രയുടെ ഭാഗമായിരുന്നു. 1960 ബോംബെ സംസ്ഥാനം മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ ഭാഷാ സംസ്ഥാനങ്ങളായി വിഭജിക്കപ്പെട്ടു. അതിൽ ജുനഗഡ് ഉണ്ടായിരുന്നു. അതിനുശേഷം ജുനഗഡ് ഗുജറാത്തിന്റെ ഭാഗമായി മാറി. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ഇന്ത്യൻ യൂണിയനിലെ സംസ്ഥാനങ്ങളെ പാർട്ട് എ, ബി, സി ആൻഡ് ഡി എന്നിങ്ങനെ 4 പ്രധാന വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. സംസ്ഥാന പുനഃസംഘടനാ നിയമം 1956 കൂടാതെ 7ാം ഭരണഘടനാ ഭേദഗതി നിയമം 1956 എന്നിവ പ്രകാരം പാർട്ട് എ, പാർട്ട് ബി സംസ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം അവസാനിപ്പിക്കുകയും പാർട്ട് സി സംസ്ഥാനങ്ങൾ നിർത്തലാക്കുകയും ചെയ്തു. അങ്ങനെ 1956 നവംബർ 1 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്ര ഭരണ പ്രദേശങ്ങളും സൃഷ്ടിച്ചുകൊണ്ട് എല്ലാ വിഭാഗങ്ങളെയും 2ആയിട്ട് ചുരുക്കി. 1956 ശേഷവും ജനകീയ പ്രക്ഷോഭങ്ങളുടെയും രാഷ്ട്രീയ സാഹചര്യങ്ങളുടെയും സമ്മർദ്ദം കാരണം ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടം തുടർച്ചയായ മാറ്റങ്ങളിലൂടെയാണ് കടന്നുപോയത്. ഇപ്പോൾ നിലവിൽ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഉള്ളത്. ഈ ഭാഗം എയിൽ ഉൾപ്പെട്ടിട്ടുള്ള സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ എപ്പോഴെങ്കിലും ഗവർണർമാർ ഭരിച്ചിരുന്ന അല്ലെങ്കിൽ ഗവർണറുടെ പ്രവിശ്യകൾ എന്നറിയപ്പെട്ടിരുന്ന സംസ്ഥാനങ്ങളായിരുന്നു ഭാഗം എയിൽ ഉണ്ടായിരുന്നത്. ഭാഗം ബിയിൽ നാട്ടുരാജ്യങ്ങളായ സംസ്ഥാനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഭാഗം സിയിൽ ഉണ്ടായിരുന്നത് മുൻ ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകളായിരുന്ന സംസ്ഥാനങ്ങളായിരുന്നു. ഭാഗം ഡിയിൽ ഉണ്ടായിരുന്നത് ലഫ്റ്റനന്റ് ഗവർണർമാരുടെ ഭരണത്തിന് കീഴിലുണ്ടായിരുന്ന സംസ്ഥാനങ്ങൾ ആയിരുന്നു. വിവിധ സംസ്ഥാനങ്ങൾക്കിടയിൽ നിലനിന്നിരുന്ന ബഹുഭാഷാ സ്വഭാവവും വ്യത്യാസങ്ങളും കണക്കിലെടുത്ത് സംസ്ഥാനങ്ങളെ സ്ഥിരമായി പുനഃസംഘടിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ഉയർന്നു വന്നു. ഈ സാഹചര്യത്തിൽ 1948 ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടനാ ആവശ്യകത പരിശോധിക്കാൻ വേണ്ടിയാണ് SK ധർ കമ്മിറ്റിയെ സർക്കാർ നിയോഗിക്കുന്നത്. ഭാഷാടിസ്ഥാനത്തിന് പകരം ചരിത്രപരവും ഭൂമിശാസ്ത്രപരവുമായ പരിഗണനകൾ ഉൾപ്പെടെയുള്ള ഭരണപരമായ സൗകര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടനയാണ് ഈ ധർ കമ്മീഷൻ മുൻഗണന നൽകിയത്. ഇത് ഏറെ നീരസം സൃഷ്ടിക്കുകയും മറ്റൊരു ഭാഷാ പ്രവിശ്യ കമ്മിറ്റിയുടെ നിയമനത്തിലേക്ക് നയിക്കുകയും ചെയ്തു. അങ്ങനെയാണ് 1948 ഡിസംബറിൽ ജവഹർലാൽ നെഹ്റു, വല്ലഭായ് പട്ടേൽ, പട്ടാഭി സീതാരാമയ്യ എന്നിവരടങ്ങുന്ന JVP കമ്മിറ്റി ഈ വിഷയം പഠിക്കാൻ വേണ്ടി രൂപീകരിക്കുന്നത്. ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, പട്ടാഭി സീതാരാമയ്യ ഇവരാണ് JVP കമ്മിറ്റി മെമ്പേഴ്സ്. 1948 കമ്മിറ്റി 1949 ഏപ്രിലിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന എന്ന ആശയം നിരസിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ പൊതു ആവശ്യത്തിന്റെ വെളിച്ചത്തിൽ പ്രശ്നം വീണ്ടും പരിശോധിക്കാമെന്ന് ഇവർ പറഞ്ഞു.
എന്നിരുന്നാലും പ്രതിഷേധത്തെ തുടർന്ന് 1953 ഒക്ടോബറിൽ മദ്രാസ് സംസ്ഥാനത്തിൽ നിന്ന് തെലുങ്ക് സംസാരിക്കുന്ന പ്രദേശങ്ങളെ വേർതിരിച്ച് ഇന്ത്യ ഗവൺമെന്റ് ആന്ധ്ര എന്ന സംസ്ഥാനം ഭാഷാടിസ്ഥാനത്തിൽ സൃഷ്ടിച്ചു. 1953 ഡിസംബർ 22 ജവഹർലാൽ നെഹ്റു സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന പരിഗണിക്കുന്നതിനായി ഫസൽ അലിയുടെ നേതൃത്വത്തിൽ ഒരു കമ്മീഷനെ നിയമിച്ചു. ഫസൽ അലി കമ്മീഷന്റെ ചെയർമാൻ ഫസൽ അലി ആയിരുന്നു. മറ്റു 2 അംഗങ്ങളായിരുന്നു ഹൃദയനാഥ് ഖുൻസ്രുവും KM പണിക്കറും. ഭാഷാപരമായ ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ ആന്ധ്രാപ്രദേശ് രൂപീകരിച്ചതിന് ശേഷം മറ്റ് പ്രദേശങ്ങളും ഇങ്ങനെ ഭാഷയുടെ അടിസ്ഥാനത്തിൽ പ്രത്യേക സംസ്ഥാനങ്ങൾ സൃഷ്ടിക്കണമെന്ന് ആവശ്യപ്പെടാൻ തുടങ്ങി. സംസ്ഥാനങ്ങളുടെ വിഭജനത്തിന്റെ ഭാഷാടിസ്ഥാനം പരിഗണിക്കണോ വേണ്ടയോ എന്നത് തീരുമാനിക്കാൻ വേണ്ടിയാണ് 1953 ഡിസംബറിൽ ഫസൽ അലി കമ്മീഷൻ രൂപീകരിച്ചത്. 1955 സെപ്റ്റംബറിൽ ഫസൽ അലി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുകയും സംസ്ഥാനങ്ങളുടെ പുനഃസംഘടനയുടെ ഏത് പദ്ധതിയിലും കണക്കെടുക്കേണ്ട 4 പ്രധാന ഘടകങ്ങൾ അംഗീകരിക്കുകയും ചെയ്തു. 4 ഘടകങ്ങളാണ് ഭാഷാപരവും സാംസ്കാരികവുമായ ഏകത, രാജ്യത്തിന്റെ ഐക്യവും സുരക്ഷയും സംരക്ഷിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുക, സാമ്പത്തിക ഭരണപരമായ പരിഗണനകൾ, ഓരോ സംസ്ഥാനത്തിലെയും ജനങ്ങളുടെയും രാഷ്ട്രത്തിന്റെയും മൊത്തത്തിലുള്ള ക്ഷേമത്തിന്റെ ആസൂത്രണവും ഉന്നമനവും. വിവിധ വിഭാഗങ്ങളിലുള്ള 27 സംസ്ഥാനങ്ങളെ 16 സംസ്ഥാനങ്ങളിലേക്കും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലേക്കും പുനഃസംഘടിപ്പിക്കാൻ നിർദ്ദേശിച്ചു. ഫസൽ അലി കമ്മീഷൻ നിർദ്ദേശങ്ങൾ ചെറിയ പരിഷ്കാരങ്ങളോടെ ഇന്ത്യൻ സർക്കാർ അംഗീകരിച്ചു. ഇതിന്റെ ഫലമായി കമ്മീഷന്റെ ശുപാർശ പ്രാബല്യത്തിൽ വരുത്തുന്നതിന് വേണ്ടി 1956 സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെന്റ് പാസാക്കി. ഇത് 1956 നവംബർ 1 14 സംസ്ഥാനങ്ങളുടെയും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും രൂപീകരണത്തിലേക്ക് നയിച്ചു.